ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്ന് ചെറിയ കാർഡ്സ് എടുത്തു. ഓക്കെ, വെറുതെ ഒരു രസം. ഓക്കെ, ലെറ്റ്സ് സീ. ഇന്നത്തെ ജനറൽ അഡ്വൈസ് ആയിട്ട് എടുക്കുന്നത്, അതായത് നിങ്ങളുടെ ജനറൽ ഗൈഡൻസ്. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾ അറിയേണ്ട എന്തെങ്കിലും മെസ്സേജസ്, കേൾക്കേണ്ട എന്തെങ്കിലും മെസ്സേജസ്, നിങ്ങൾക്കുള്ള ഒരു ഇൻഫർമേഷൻ യൂണിവേഴ്സ് എന്ന് എന്താ പറയുന്നത് നോക്കാം. 10 of Swords ആണിത്. Page of Pentacles, 6 of Pentacles, and ഇവിടെ King of Wands, 6 of Wands, 10 of Pentacles. Wow. Okay, great. ഫ്യൂച്ചറിലേക്ക് എടുക്കാം ഇത്. ഓക്കെ, ഗുഡ്. ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു അവസരം. ഓക്കെ, നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു അവസരം നഷ്ടപ്പെട്ടിരുന്നു. അത് ജോലിയുടെ ആവാം, ഓക്കെ, റിലേഷൻഷിപ്പിലാവാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അതിൽ ഒരു അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് ബാക്ക് സ്റ്റാബിങ് വന്നിരുന്നു. ബാക്ക് സ്റ്റാബിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും ചതിച്ച രീതിയിലാവാം, അല്ലെങ്കിൽ ആക്ച്വലി ചതിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ചതിച്ച രീതിയിലാണ് കാണുന്നത്. ഒരു അവസരം നിങ്ങൾക്ക് വന്നത് വേറൊരാൾ തട്ടിയെടുത്തു, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് കിട്ടാതെ പോകണം എന്ന് ആഗ്രഹിച്ചു, ലൈക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ ചതിച്ചു, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അത് നിങ്ങളുടെ ഒരു അവസരം. ഓക്കെ, അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതിന് പകരം യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയ ഒരു അവസരം കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, മുൻപത്തെ നല്ലതായിരുന്നു, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് 6 of Wands സക്സസ് ആണ്, 10 of Pentacles ആണ്, ജസ്റ്റിസ് ആണ്. നിങ്ങൾക്ക് ന്യായമായത് യൂണിവേഴ്സ് വേറെ തരുന്നുണ്ട്. ഓക്കെ, ഈ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട. ഓക്കെ, നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളത് പോയി, നിങ്ങളുടെ കയ്യിൽ നിന്ന് അവസരം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില പൈസ നഷ്ടപ്പെട്ടതായിരിക്കാം. ഓക്കെ, പണം ആരെങ്കിലും തട്ടിയെടുത്തായിരിക്കാം, അങ്ങനെയായിരിക്കാം. ചില ലോസ് വന്നിട്ടുണ്ടാവും, ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്ത് പൈസ തട്ടിയെടുത്തിട്ടുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, നിങ്ങളെ ശരിക്കും ചതിച്ച പോലെ ഒരു നല്ല ഇത് കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കുക, നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് പറയാം, എന്തോ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അതിപ്പോൾ ഈവൻ ഓഫീസിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിന് വേറൊരാൾ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയാവാം. ഓക്കെ, വേറൊരാൾക്ക് അതിൻ്റെ പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ വേറൊരാൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി എന്ന് പറയാം. ആ രീതിക്കായാലും ശരി, എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, നിങ്ങൾ മുൻപ് വന്ന ഒരു അവസരം നിങ്ങൾക്ക് തട്ടിപ്പോയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, അതിനെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഓക്കെ, ആ വിഷമത്തിൽ നിന്ന് നിങ്ങളെ യൂണിവേഴ്സ് പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, പുറത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേറെ നല്ല അവസരം യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, ഇതിനേക്കാൾ ബെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഐ തിങ്ക് അത് ഫ്യൂച്ചറിൽ മനസ്സിലാവും, ഏതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ 6 of Pentacles ആണ്. ഓക്കെ, അതായത് നിങ്ങൾ ചെയ്ത എഫേർട്ടിന് എല്ലാം യൂണിവേഴ്സ്, നമ്മൾ പറയില്ലേ, ഒരു ഭാഗത്ത് ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ എഫേർട്ട് ഇട്ട ഭാഗത്തു നിന്നായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുക റിസൾട്ട്. എനിക്ക് വേറൊരു ഭാഗത്തു നിന്നായിരിക്കും ചിലപ്പോൾ കിട്ടുക എന്ന് പറയും. അതിനെ ഞാൻ പിന്നെ വല്ലപ്പോഴും ആലോചിച്ച് എക്സാമ്പിൾ പറയാം, എനിക്കിപ്പോൾ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ചെയ്ത എഫേർട്ടിന് അതിനൊന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ല. നിങ്ങൾ എഫേർട്ട് ഇട്ടത് എപ്പോഴും നിങ്ങൾ വിചാരിക്കും, ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്, ഞാൻ ചെയ്തതാണ്, പക്ഷെ അവിടെ എനിക്ക് ചതിയാണ് പറ്റിയത് എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ആ ചെയ്ത എഫേർട്ട് അതെവിടെയും പോകാൻ പോകുന്നില്ല. അത് യൂണിവേഴ്സിൽ എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്, ഈശ്വരൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ന്യായമായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരും. ചിലപ്പോൾ ഈ നഷ്ടപ്പെട്ട ഭാഗത്തു നിന്ന് തന്നെ വരണം എന്നില്ല, പക്ഷെ വേറെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഇട്ട എഫേർട്ടിൻ്റെ ഭാഗത്ത് തന്നെ വരണം എന്നില്ല. വേറെ എവിടെന്നെങ്കിലും യൂണിവേഴ്സ് നിങ്ങൾക്ക് ന്യായമായത് തീർച്ചയായിട്ടും കൊണ്ടുവന്ന് തരും. ഓക്കെ, ജസ്റ്റിസ് ആണ് ഇവിടെ. 6 of Pentakles ജസ്റ്റിസും രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ കാർഡ്സ് ആണ്. ഓക്കെ, രണ്ടും ന്യായം എന്ന രീതിയിലാണ്. രണ്ടും തുലാസിൻ്റെ ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ട് കൊടുത്തതിന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വരും. ഓക്കെ, നിങ്ങൾക്ക് ചില ഐഡിയാസ് ഉണ്ട്. ഇനി നിങ്ങൾ ഐ തിങ്ക് കാര്യങ്ങൾ നമ്മൾ ഈ ചില ചതിവ് പറ്റുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ലോസ് വരുമ്പോൾ, ചില എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്, അതിൽ നമ്മൾ പഠിക്കുന്നത് ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ, നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ മാറ്റി ചിന്തിക്കണം, എങ്ങനെ മാറ്റി പ്രവർത്തിക്കണം,
എന്നുള്ള ഐഡിയാസാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ലെസൺസ് പഠിക്കുകയാണ് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുകയാണ്. ആ പാഠങ്ങൾ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നിങ്ങളെ എത്തിക്കും. ഓക്കെ, നിങ്ങൾ സക്സസ് വരും, നിങ്ങൾക്ക് റെക്കഗ്നിഷൻ വരും. നിങ്ങൾ ചെയ്ത കാര്യം, നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കഗ്നിഷൻ കിട്ടും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ മാനിക്കപ്പെടും എന്ന് പറയാം. ഓക്കെ, മറ്റുള്ളവർ തിരിച്ചറിയും നിങ്ങളെ. ഓക്കെ, നിങ്ങളിട്ട എഫേർട്ടിനെ തിരിച്ചറിയും. ഇതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ചെയ്തതിൻ്റെ എല്ലാം റിസൾട്ടായിട്ട് നല്ല സക്സസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ട്. വിന്നിങ് കൊണ്ടുതരുന്നുണ്ട്. 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. അബണ്ടൻസ് ആണ്, ഫൈനാൻഷ്യൽ അബണ്ടൻസ് പറയാം. പണം നഷ്ടപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ജോലിയുടെ സ്ഥലത്തോ എവിടെയെങ്കിലും റെസ്പെക്റ്റിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് വരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി നല്ല രീതിയിൽ നോക്കാൻ പറ്റും എന്ന് പറയാം. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾ ഹാപ്പി ആയിട്ട്, നിങ്ങളുടെ ഈവൻ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. സക്സസ് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തൽക്കാലം ലെറ്റ് ഗോ ചെയ്യുക, ഫൊർഗീവ് ചെയ്യുക. എനിക്ക് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ചതിച്ചതാണ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സാഹചര്യത്തിനായാലും ശരി വ്യക്തിയായാലും ശരി നിങ്ങൾ മാപ്പ് കൊടുത്ത് മുന്നോട്ട് പോവുക. അത് എനിക്കൊരു പാഠമായിരുന്നു, ഇനി ഞാൻ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പാഠമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത് നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കാനാണ്, നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരാനുള്ള ഒരു ആക്ച്വലി അതൊരു അങ്ങനത്തെ ഒരു നിമിത്തമായിരുന്നു എന്നെടുത്തോളൂ. ഓക്കെ, തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് സക്സസ് തരും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾ ഇടുന്ന എഫേർട്ട് ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് ആവുമെന്ന് വിചാരിക്കരുത്. അത് എവിടെയായാലും ശരി, സ്നേഹം കൊടുത്താലും ശരി, അതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി സ്നേഹം നിങ്ങൾക്ക് വേറെ എവിടെ തിരിച്ച് കിട്ടും. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭാഗത്ത് നിന്ന് ആവണമെന്നില്ല, പക്ഷെ എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങളിട്ട ജോലിയിലാണെങ്കിലും കരിയറിലാണെങ്കിലും വീട്ടിൽ ഫാമിലി എവിടെ എന്ത് തരത്തിലും നിങ്ങളിടുന്ന എഫേർട്ട് ഒരിക്കലും അത് വേസ്റ്റ് ആവില്ല. ഓക്കെ, യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അതാണ്. ധൈര്യത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് വേണ്ടി സക്സസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോണ്ട് വറി. ഓക്കെ, കുറച്ച് അഡ്വൈസ് കാർഡ്സ് കൂടി എടുത്തേക്കാം. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്? ടേക്ക് ടൈം ടു റിഫ്ലക്റ്റ്. ഓക്കെ, ഹാർനസ് മിസ്റ്റിക് പവർ, എൻജോയ് ഗ്രോത്ത് ആൻഡ് റീപ്പ് റിവാർഡ്സ്. എന്താ പറഞ്ഞ നേരത്തെ? എർത്ത് ഗാർഡിയൻ, സ്റ്റേ റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ്. ഓക്കെ, നോക്കുള്ളൂ. ഓക്കെ, ആൻഡ് ട്രാൻസ്ഫോം ആൻഡ് അൺവെയിൽ യുവർ ഗിഫ്റ്റ്സ്. ഓക്കെ, be graceful in moment and movement and action എന്ന് പറയും. ഓക്കെ, ഇവിടെ ട്രസ്റ്റ് ആൻഡ് ത്രൈവ്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക. ഓക്കെ, നിങ്ങളെ സർവൈവ് ചെയ്യാൻ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇവിടെ പറയുന്നത് ബി ഗ്രേസ്ഫുൾ. ഓക്കെ, ഇൻ മൂവ്മെന്റ് ആൻഡ് ആക്ഷൻ. നിങ്ങൾ മറ്റുള്ളവരോട് ആരെങ്കിലും നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചവരെ വേദനിപ്പിക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കേണ്ട. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങളുടെ മാന്യത നിങ്ങൾ കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ പറയില്ലേ ഒരു സ്റ്റേറ്റസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, നിങ്ങളുടെ ഒരു ഗ്രേസ്, ഓക്കെ, അത് നിങ്ങളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. മറ്റുള്ളവരെ പോലെ നിങ്ങളാവരുത് ഒരിക്കലും. ഓക്കെ, ടേക്ക് ടൈം ടു റിഫ്ലക്ട്. കാര്യങ്ങൾ നല്ലോണം ആലോചിച്ച് മനസ്സിലാക്കുക. എന്താ പറ്റിയ മുമ്പിൽ എന്തെങ്കിലും ലോസസും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. ആൻഡ് ഹാർനസ് മിസ്റ്റിക് പവർ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട്, അതുകൊണ്ട് ആക്ച്വലി അൺവെയിൽ യുവർ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പല കഴിവുകളും ഉണ്ട്, ആ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, ആൻഡ് ആ കഴിവുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എൻജോയ് ഗ്രോത്ത് ആൻഡ് റീപ്പ് റിവാർഡ്സ്. നിങ്ങൾ വളരാനുള്ള അവസരമാണ്. ഞാൻ പറഞ്ഞു എപ്പോഴും നിങ്ങൾ ശരിക്കും എന്താ പറയുക, വളരെയധികം നിങ്ങൾ താഴെ വീണ് പോയി എന്ന് ചിന്തിക്കുന്ന സമയം അത് നിങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് വളരാനുള്ള ഒരു അവസരമാണ് തരുന്നത്. ഓക്കെ, ആൻഡ് സ്റ്റേ റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് എന്ന് പറയുന്നുണ്ട് എപ്പോഴും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് വരുമ്പോൾ ഒരിക്കലും അതിൽ അഹങ്കരിക്കുകയും ചെയ്യരുത്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരെ പോലെ നിങ്ങളാവണ്ട. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സക്സസ് കിട്ടിയാലും അത് ബ്ലെസ്സിങ് ആയിട്ട് കണക്കാക്കുക. ദൈവത്തിന് നന്ദി പറയാം. എല്ലാം അവിടെ നിന്നാണ് തന്നത് എന്നുള്ള ഒരു ട്രസ്റ്റ്, എന്നുള്ള ആ ഒരു ബിലീഫ് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വെക്കുക. ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. ഗ്രൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഹമ്പിൾ ആയിട്ടിരിക്കുക. ഇനി ഇതിനെ കൂടുതൽ എന്താ പറയുക, ലൈക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളെ ലൈഫ് ലീഡ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും കിട്ടുമ്പോൾ അത് നിങ്ങളെ അഹങ്കാരവും പാടില്ല. നഷ്ടപ്പെട്ടതിനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുക. ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് വേദനിപ്പിക്കാതിരിക്കുക. ഓക്കെ, ശരിക്കും നിങ്ങൾ പറയും എന്താ സന്യാസി ആവണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ നിർത്തി. ഓക്കെ, വേണ്ട. ഓക്കെ, എന്തായാലും നിങ്ങൾ ഒരു വളർച്ച, ഗ്രോത്തിനുള്ള ഒരു സമയമാണ്, നിങ്ങളുടെ ഗ്രോത്ത് പീരീഡാണ്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ അനുഭവിച്ച വേദനകൾ നിങ്ങളെ വളരാനാണ് സഹായിക്കുന്നത്. ഓക്കെ, സോ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോവാം. ഓക്കെ, എല്ലാം നല്ലതിനാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.